പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തെന്നലേ. രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമുക്കിരുന്നു കൊണ്ട് തന്നെ ദൈവവചനം ശ്രവിക്കാം. ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ യേശു മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. അവരെല്ലാവരും മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ പണി ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അവൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. മിശിഹായിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന വൈദികരെ,
സ്നേഹമുള്ള വൈദികാർത്ഥികളെ, തിരുസഭ ഇന്ന് യേശുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഞാൻ മൈനർ സെമിനാരിയിൽ ചേർന്ന സമയം ആദ്യത്തെ ആഴ്ച റെക്ടർ അച്ഛൻ ഞങ്ങൾക്ക് സെമിനാരിയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങൾ തരികയാണ്. യു ഷാൽ കീപ് ദ റൂൾ ഓഫ് ലാംഗ്വേജ്. ഒന്ന്, you shall keep the rule of touch. You are not unnecessarily permitted to touch the body of the other brother. അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾക്ക് ശേഷം അവസാനം അച്ഛൻ പറഞ്ഞു, You shall not celebrate the feast of transfiguration here in the seminary. You shall not celebrate the feast of transfiguration in the seminary. അത്ഭുതത്തോടെയാണ് ഞങ്ങളതെല്ലാം കേട്ടത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, Do not be astonished. I will tell you what it is. നിങ്ങളുടെ സീനിയേഴ്സ് തുണികളൊക്കെ അലക്കാൻ മടിയുള്ളവർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ബാച്ചിൽ കാണുമല്ലോ, അവരൊരു 3-4 ദിവസം തുണികളെല്ലാം കൂട്ടിയിട്ടതിന് ശേഷം അവസാനം അലക്കിക്കഴിഞ്ഞ് അയയിൽ വിരിക്കുമ്പോൾ ബാച്ചുകാർ ആ ബ്രദറിനെ കൂട്ടി പറയും, ഇന്ന് ജോസഫിൻ്റെ ട്രാൻസ്ഫിഗറേഷനാണ്, ഇന്ന് തോമസിൻ്റെ ട്രാൻസ്ഫിഗറേഷനാണ്. കാരണം തുണിയെല്ലാം വെണ്മയോടെ അയയിൽ കാണപ്പെടുന്നു. യു ഷാൽ നോട്ട് സെലിബ്രേറ്റ് ദ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. നിങ്ങൾ അങ്ങനെ ട്രാൻസ്ഫിഗറേഷൻ ആഘോഷിക്കേണ്ട, എല്ലാം കൃത്യമായി ചെയ്യണം. വിശാല പ്രിയപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, സഭയിൽ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തോടും ഉത്ഥാനത്തോടും തുലനം ചെയ്യുവാൻ സാധിക്കുന്ന മഹത്വമുള്ള സുവിശേഷ സംഭവമാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം. ആ രൂപാന്തരീകരണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഗോഡ്വിനച്ചൻ എന്നോട് പറഞ്ഞു, കോവിഡിന് ശേഷം നമ്മുടെ മാസധ്യാനം ഇങ്ങനെ ഓഫ്ലൈനായിട്ട് ആരംഭിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് അച്ഛൻ നല്ല കരുതലോടെ വരണം. ഞങ്ങളെല്ലാവരും ശ്രദ്ധയോടെ അച്ഛനെ കേട്ടിരിക്കാൻ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഓൺലൈൻ ആയിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ പതുക്കെ മാറി വരുന്ന സമയം. അതുകൊണ്ട് എന്നെ ഇവിടെ കേൾക്കുവാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ അല്പം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ഒരുപാട് നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിനും ഇവിടെ ആയിരിക്കുവാൻ അനുവദിച്ചതിനും. സമാന്തര സുവിശേഷങ്ങളിൽ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വചനഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമാണ്. കാരണം നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷമാണ് ഏറ്റവും ലളിതമായി രചിക്കപ്പെട്ട സുവിശേഷം. ഏതൊരു സാധാരണക്കാരനും ഗ്രഹിക്കുവാൻ സാധിക്കുന്ന വിധം എഴുതപ്പെട്ട സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷം ഏറ്റവും ആദ്യം രചിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള കുറച്ച് വാക്ക് രീതികൾ, ഭാഷാശൈലികളൊക്കെ മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. അധികം വിവരണങ്ങളും മർക്കോസിൻ്റെ സുവിശേഷത്തിലില്ല. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം അവിടെയുള്ള യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ടവരാണ്, ഉന്നത കുലജാതർക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ അല്പം ഉന്നതമാണ്, ചിലപ്പോഴൊക്കെ അഗ്രാഹ്യമാണ്. ഇവിടെ ലൂക്കായുടെ സുവിശേഷം എല്ലാവർക്കും വേണ്ടി, സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ്. അവിടെയാണ് യേശു പ്രാർത്ഥിക്കുവാനാണ് മലയിലേക്ക് കയറിപ്പോയത് എന്നുള്ള സൂചന ഉള്ളത്. അതുപോലെ മോശയും ഏലീശായും എന്താണ് യേശുവിനോട് സംസാരിച്ചത് എന്നുമുള്ള സൂചന ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാം ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലുള്ള രൂപാന്തരീകരണത്തിൻ്റെ വിവരണമാണ് നാം കേട്ടത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് ഒരുപാട് സ്നേഹിക്കുന്ന, ആദരിക്കുന്ന വിശുദ്ധൻ. അദ്ദേഹം വീത കോൺസക്രാത്ത എന്നുള്ള തൻ്റെ ചാക്രിക ലേഖനത്തിൽ സമർപ്പിതരെ ട്രാൻസ്ഫിഗേർഡ് ക്രൈസ്റ്റിൻ്റെ ഐക്കണായിട്ടാണ് സൂചിപ്പിക്കുന്നത്. വിത കോൺസക്രാത്തയിൽ ട്രാൻസ്ഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സമർപ്പിത ജീവിതത്തെ അദ്ദേഹം കുറിക്കുന്നത്, വിവരണങ്ങളൊക്കെ നൽകുന്നത്. എ കോൺസക്രേറ്റഡ് പേഴ്സൺ ഈസ് ദ ഐക്കൺ ഓഫ് ട്രാൻസ്ഫിഗേർഡ് ക്രൈസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വെളിച്ചത്തിൽ ഈ രൂപാന്തരീകരണവും നമ്മുടെ സമർപ്പിത ജീവിതവും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് തട്ടിയെടുക്കുവാൻ, ഒന്ന് ധ്യാനചിന്തകളാക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ. കർത്താവിൻ്റെ രൂപാന്തരീകരണം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, സമർപ്പിതർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഓരോ സമർപ്പിതനും രൂപാന്തരം ചെയ്യപ്പെടേണ്ടവനും രൂപാന്തരപ്പെടുത്തേണ്ടവനുമാണ് എന്നുള്ളതാണ്. രൂപാന്തരം ചെയ്യപ്പെടേണ്ടവനും രൂപാന്തരപ്പെടുത്തേണ്ടവനുമാണ് എന്നുള്ളതാണ്.
നമുക്കറിയാം, ശരീരത്തിൽ നമുക്ക് രൂപത്തിൻ്റെ അന്തരമുണ്ട്. രൂപത്തിൻ്റെ അന്തരം എപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് പ്രകടമായിട്ട് കാണുവാൻ സാധിക്കും. നാമൊക്കെ സന്യാസം സ്വീകരിക്കുമ്പോൾ നമുക്കവിടെ ഒരു രൂപാന്തരീകരണം സമൂഹത്തിന് മുൻപിലുണ്ട്. നാം ധരിക്കുന്ന വസ്ത്രം മാറുന്നു, നമ്മുടെ നടപ്പ്, എടുപ്പ്, കാര്യങ്ങളെല്ലാം മാറുന്നു. ഒരു രൂപാന്തരീകരണമുണ്ട്. പിന്നെ എന്ത് രൂപാന്തരീകരണമാണ് ഒരു സന്യാസിക്ക് വേണ്ടത്, സമർപ്പിതന് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് മുൻപിലുണ്ട്. അത് മനസ്സിൻ്റെ രൂപാന്തരീകരണം തന്നെയാണ്. ശരീരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്നോട് പറയും, മൈനർ സെമിനാരിയിൽ ചേർന്നപ്പോൾ നിനക്കൊന്നുമില്ലായിരുന്നു, ഇപ്പോൾ നിനക്ക് ദാനമായി ഒരു കുടവയർ ലഭിച്ചു എന്ന് എൻ്റെ വീട്ടുകാരൊക്കെ പറയും പട്ടം കിട്ടിയപ്പോൾ. ശരിയാണ്, ശരീരത്തിൽ രൂപാന്തരീകരണം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിൻ്റെ മാറ്റങ്ങൾ ദൈവോന്മുഖമാണോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ചെടുക്കേണ്ട, ധ്യാനിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു വലിയ സത്യം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? ദൈവം വിളിച്ചിരിക്കുന്ന ഒരു സമർപ്പിതന് രൂപാന്തരപ്പെടുവാനുള്ള അവസരങ്ങൾ ദൈവം തന്നെ ഒരുക്കും എന്നുള്ളതാണ്. അത് പല മാർഗങ്ങളിലൂടെ ആവാം, ചിലപ്പോൾ വ്യക്തികളിലൂടെയാവാം, ചിലപ്പോൾ ജീവിത സംഭവങ്ങളിലൂടെയാകാം. ഇതിനെല്ലാം എൻ്റെ ജീവിതത്തിൽ ചെറിയ സാക്ഷ്യങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, അഹങ്കാരിയായിരുന്നു ഞാൻ, അഹങ്കാരി. ഓർഡിനേഷനൊക്കെ മുൻപ് എൻ്റെ അഹങ്കാരത്തിൻ്റെ മുന ദൈവം ഒടിച്ചത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ എന്നെ കടത്തിക്കൊണ്ട് പോയിട്ടാണ്. പട്ടത്തിന് ഒരുങ്ങുന്ന സമയം, അപ്പോൾ ഓർഡിനേഷൻ്റെ പങ്കെടുക്കാനുള്ള ആൾക്കാരുടെ നമ്പരൊക്കെ റെക്ടറച്ചന് കൊടുക്കണം. നേരത്തെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ നമ്പർ കൊടുത്തത് ഞാനാണ്. 3000 പേരാണ് ഞാൻ എൻ്റെ റെക്ടറച്ചന് കൊടുത്ത നമ്പർ. ഇടവകക്കാർ 1000 പേരും ബാക്കി ബന്ധുക്കാരും ബെനഫാക്ടേഴ്സും പരിചയക്കാരും എല്ലാവരും കൂടി 2000 പേരും. പിന്നെ പൂക്കൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടിരുന്ന 40,000 രൂപയുടെ ഒരു പൂക്കളുടെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ കൊയറിന് 35,000 രൂപയുടെ വലിയ ഒരു കൊയർ. ഇങ്ങനെയൊക്കെ റെക്ടറച്ചന് കണക്ക് കൊടുത്ത് അഹങ്കാരത്തോടെ ഇരിക്കുകയാണ് ഞാൻ. കാരണം എൻ്റെ ബാച്ചുകാർക്കൊന്നും ഇത്രയും അധികം നമ്പരില്ല, ഇത്രയും അധികം തുകയുടെ മുടക്കമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി എൻ്റെ അമ്മയെ ദൈവം അങ്ങെടുത്തു. പട്ടത്തിന് 3 മാസം മുൻപുള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു സ്ട്രോക്കും അറ്റാക്കും കൂടെ വന്നു. അമ്മയെ ദൈവം അങ്ങ് എടുത്തു. എന്നിട്ട് എൻ്റെ മനസ്സിൽ ദൈവം ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടും തന്നു: അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറുവാൻ അല്പസമയം മതി. ദൈവത്തിൻ്റെ ഒരു നിമിഷം മതി ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ നിന്നും അങ്ങോട്ടേക്ക് എടുക്കുവാൻ, തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുവാൻ. എൻ്റെ അഹങ്കാരത്തിൻ്റെ മുനയെല്ലാം ഒടിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കോവിഡ് തുടങ്ങുന്നതിന് മുൻപ് ഒരു കൊറോണ പട്ടമായിരുന്നു എൻ്റേത്. പഠിച്ച സെമിനാരിയിൽ തന്നെ 150 പേരെ വെച്ച് 3000 പേരാണ് 150 പേരായത്. 40,000 രൂപയുടെ പൂക്കളാണ് 4 ബൊക്കകളായിട്ട് ചുരുങ്ങിയത്. മുൻപിൽ ബേമ, സുരമലബാറിൽ ബേമ എന്ന് പറയും. ബേമായിൽ 2 ബൊക്കകളും പുറകിൽ ബലിപീഠത്തിൽ 2 ബൊക്കകളും. അങ്ങനെ അഹങ്കരിക്കുവാൻ ഒന്നുമില്ല എന്ന് ദൈവം ആ സാഹചര്യത്തിലൂടെ എന്നെ പഠിപ്പിച്ചു. അഹങ്കാരത്തിൽ നിന്നും ദൈവം എളിമപ്പെടണമെന്നുള്ള ഒരു രൂപാന്തരീകരണത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ചില വ്യക്തികളിലൂടെ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താറുണ്ട്. ഞങ്ങളുടെ കൂടെ പട്ടം സ്വീകരിക്കാത്ത ബ്രദേഴ്സായിട്ട് മാത്രം നിൽക്കുന്ന ചിലരുണ്ട്. പ്രിയപ്പെട്ടവരെ, കപ്പുച്ചിൻ സഭയിൽ പണ്ട് ഒരുപാട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവർ പട്ടം സ്വീകരിക്കുന്നില്ല, പക്ഷേ സഭയിൽ അവർക്ക് എല്ലാ സ്ഥാനമാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഒപ്പം തന്നെ പരിഗണിക്കപ്പെടുന്ന അവസ്ഥയുമുണ്ട്. പക്ഷേ എന്നാൽ അവരധികം തിയോളജി പഠിക്കുകയോ മറ്റ് കാര്യങ്ങളെക്കുറിച്ച്, ഫിലോസഫിയോ മറ്റ് അഗ്രാഹ്യമായിട്ടുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ പഠിക്കുന്നൊന്നുമില്ല. പക്ഷേ അവരുടെ ജീവിത ലാളിത്യം വലിയ മാതൃക, വലിയ അവസ്ഥാന്തരത്തിലേക്ക് നമ്മെ നയിക്കും. ഞങ്ങളുടെ ഫോർമേറ്റേഴ്സൊക്കെ ചിലപ്പോൾ അവരുടെ ഓരോ ഉദാഹരണങ്ങളാണ് ഞങ്ങൾക്ക് മുൻപിൽ എടുത്ത് തരണത്. അനുസരണം. ഇന്ന് സഭയിൽ പലപ്പോഴും അനുസരണക്കേടിൻ്റെ കുറവ് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിഭാഗം മാത്രം അനുസരിക്കുന്നില്ല, മറ്റു വിഭാഗം മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ അനുസരണക്കേടിൻ്റെ തലങ്ങൾ ഒരുപാട് ഇന്നത്തെ സഭയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള 1-2 നല്ല സഹോദരങ്ങളെ ഓർമ്മിക്കുകയാണ്. ജീവിതത്തിൽ കർത്തവ്യങ്ങളൊക്കെ ചെയ്ത് ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ ആകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഓർമ്മക്കുറവ്, മറവി അതൊക്കെ സംഭവിക്കാം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ക്ലീറ്റസ് ബ്രദർജി നല്ലൊരു കലാകാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും മറവി ഒരു സന്തത സഹചാരിയായിരുന്നു അദ്ദേഹത്തിന്. പലപ്പോഴും കാര്യങ്ങൾ മറന്നു പോകുന്നു, എവിടെയാണ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു അവസ്ഥ ബ്രദർജിക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആശ്രമത്തിൽ നിന്ന് ബ്രദർജി ഇറങ്ങി അങ്ങ് പോകും. ഇത് ആശ്രമമാണ് എന്നുള്ള ഒരു ചിന്ത ബ്രദർജിയുടെ മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോകും. ഞാൻ ആശ്രമത്തിലേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് ബ്രദർജി ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർജി കേൾക്കുകയൊന്നുമില്ല. ബ്രദർജി ഇപ്പോൾ പോകണ്ട, പിന്നെ
പോകാമെന്നൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങൾ പോയി പറയും. മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ബ്രദർജി അങ്ങ് തട്ടിത്തെറിപ്പിച്ച് പോകാറാണ് പതിവ്. അപ്പോഴാരെങ്കിലും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമേഷനിലുള്ള ഒരു വിദ്യാർത്ഥി ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛനാവട്ടെ, ബ്രദർജിയോട് വന്ന് ബ്രദർജി സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ പോകണ്ട, പിന്നെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ബ്രദർജി പിന്നെ ഒന്നും പറയില്ല, അങ്ങ് തിരിച്ച് പോരുകയാണ്. അതായത് നമ്മുടെ സാധാരണമായിട്ടുള്ള ചിന്താഗതികളൊക്കെ തെറ്റിക്കിടക്കുന്ന, മാഞ്ഞു പോയിരിക്കുന്ന സമയത്ത് പോലും ഞാൻ അനുസരിക്കേണ്ടവനാണ് എന്നുള്ള ആ ഒരു സന്യാസ ചൈതന്യം ആ മനസ്സിൽ ഏതോ സമയത്ത് അത്രമാത്രം കുറിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ പോകണ്ട, അതുകൊണ്ട് ബ്രദർജി തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ഒന്നും പറയാതെ ബ്രദർജി തിരിച്ചു വരണത്. അതുപോലെ തന്നെ ജോബിനൂസ് ബ്രദർജി, മൂവാറ്റുപുഴ ഞങ്ങളുടെ നോവിഷ്യേറ്റ് ഹൗസാണ്. അവിടെ ഞങ്ങൾക്ക് കുറച്ച് പാടവും കുറച്ച് കൃഷിയിടങ്ങളും ഒക്കെ ഉണ്ട്. ബ്രദർജിക്ക് പറമ്പിൻ്റെ ചാർജാണ്. അപ്പോൾ ഒരു കുഞ്ഞ് വിത്ത് ഇടുന്നതിന് മുൻപ് ദേവാലയത്തിൽ ഇങ്ങനെ കയറി വന്ന് കർത്താവിനെ കാണിച്ചിട്ടാണ് ബ്രദർജി പോണത്. എന്നിട്ടത് ഇട്ടാൽ 100 മേനി ഫലം ഉറപ്പാണ്. 100 മേനി ഫലം ഉറപ്പാണ്. അവിടെ ആൾക്കാരൊക്കെ ബ്രദർജിയുടെ എടുത്ത് കൊണ്ടുവന്ന് കുറച്ച് വിത്തുകളൊക്കെ കാണിക്കും. അച്ഛനെന്നാണ് വിളിക്കണത് ആൾക്കാരൊക്കെ. അച്ഛ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കണേ, കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ 100 മേനി വിളവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്തരമുണ്ടാക്കി തരുവാൻ, ജീവിതത്തിൽ ഒരു അവസ്ഥാന്തരം ഉണ്ടാക്കുവാൻ ദൈവം ചില വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒക്കെ നമുക്ക് മുൻപിൽ തരും എന്നുള്ളതാണ്. അതിൽ നിന്നുമൊക്കെ രൂപാന്തരപ്പെടുവാനുള്ള ഒരു മനസ്സ് നാം കാണിക്കണം. വ്യക്തികൾ, സാഹചര്യങ്ങൾ, ജീവിതാവസ്ഥകൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിൽ നിന്നും വേണ്ട ചൈതന്യമെടുത്ത് രൂപാന്തരപ്പെടുവാനുള്ള ഒരു മനസ്സ് നാം കാണിക്കണം. അപ്പോൾ മാത്രമാണ് രൂപാന്തരപ്പെടുത്തേണ്ട കടമ കൂടെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ രൂപാന്തരപ്പെടുത്തുവാൻ എളുപ്പമാണ്. രൂപാന്തരപ്പെടുത്തുവാൻ അത്ര എളുപ്പമല്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ ദൈവ സാന്നിധ്യം നാം ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നവരാണ്. അത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നമുക്ക് സൂക്ഷിക്കാം. ഒരു സമർപ്പിതൻ എപ്പോഴും രൂപാന്തരപ്പെടേണ്ടവനും രൂപാന്തരപ്പെടുത്തേണ്ടവനുമാണ്. ഇനി ഈ രൂപാന്തരീകരണം സംഭവിക്കുന്നത് താബോർ മലയിൽ ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസ പാരമ്പര്യം. സമാന്തര സുവിശേഷങ്ങൾ എടുത്ത് നോക്കിക്കൊള്ളൂ. അവിടെ ഒരിടത്തും താബോർ മലയിലേക്ക് പോയി എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ വിശ്വാസമാണ്, പാരമ്പര്യമാണ്, താബോർ മലയിൽ വെച്ചാണ് രൂപാന്തരീകരണം സംഭവിച്ചു എന്നുള്ളത്. ഇനി ഈ താബോർ മല നമ്മുടെ സമർപ്പിത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കുറച്ച് ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. താബോർ മാമല ശ്ലീഹന്മാരുടെ, ശിഷ്യന്മാരുടെ വിശ്വാസം ഉറപ്പിച്ച ഇടമായിരുന്നതുപോലെ നമ്മുടെ സന്യാസവും നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു ഇടമായിട്ട് മാറണം. എങ്ങനെയാണ് താബോർ മല ശ്ലീഹന്മാരുടെ വിശ്വാസം ഉറപ്പിച്ച ഇടമായിട്ട് മാറിയത്? സമാന്തര സുവിശേഷങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ രൂപാന്തരീകരണത്തിന് തൊട്ടു മുൻപുള്ള ഭാഗങ്ങൾ അത് 3 സുവിശേഷങ്ങളിലും ഒരേപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ആദ്യം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. അതിനുശേഷം യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ 1ാം പ്രവചനം. അതിനുശേഷമാണ് ഈ രൂപാന്തരീകരണം നടക്കുന്നത്. അപ്പം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപന സമയത്ത് എല്ലാവർക്കും ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ് ലഭിക്കുന്ന സമയമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടി പത്രോസ് ഏറ്റുപറയുകയാണ്. അവിടെ അവർക്ക് വിശ്വാസമുണ്ട്. അത് കേട്ട് നിന്നിരുന്ന കർത്താവ് പത്രോസിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ചൈതന്യം ആ സ്ലീഹന്മാർക്കെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു സമയമാണത്. അതിനുശേഷം ഉടനെ വരണത് പീഡാനുഭവത്തെക്കുറിച്ചുള്ള 1ാം പ്രവചനമാണ്. അവിടെ പറയണു, മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകാനിരിക്കുന്നു, പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും ഫരിസേയരിൽ നിന്നുമൊക്കെ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു, കുരിശിൽ മരിക്കപ്പെടേണ്ടിയിരിക്കുന്നു, ഉയർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ സ്ലീഹന്മാരുടെ മനസ്സിൽ വലിയ ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് വിശ്വാസത്തിൻ്റെ നല്ലൊരു തലത്തിൽ നിന്നിരുന്ന സ്ലീഹന്മാരുടെ ആ ഒരു വിശ്വാസ ചൈതന്യം അല്പമൊക്കെ ഒന്ന് ഭംഗം വരുന്ന അല്ലെങ്കിൽ മങ്ങലേൽക്കുന്ന ഒരു ഭാഗമാണ് അവിടെയാണ് സമാന്തര സുവിശേഷങ്ങൾ എല്ലായിടത്തും ഒരേപോലെ പറഞ്ഞിരിക്കുന്നത്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ഈ രൂപാന്തരീകരണത്തിന് തൊട്ടു മുൻപുള്ള 1ാമത്തെ പീഡാനുഭവ പ്രവചനത്തിലാണ് ഈശോ പറയണത്. ഇതെല്ലാം കേട്ട് മനസ്സ് തളർന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ചാണ് യേശു രൂപാന്തരപ്പെടുന്നത്. അതായത് അവരുടെ തളർന്ന മങ്ങിയ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിച്ചെടുക്കുകയാണ് താബോർ മലമുകളിൽ. പത്രോസ് വിശ്വാസം ഏറ്റുപറഞ്ഞ പ്രഖ്യാപിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ചെവികളിലാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള വാക്ക് താബോർ മലയുടെ മുകളിൽ വെച്ച് കേൾക്കപ്പെടുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറഞ്ഞെങ്കിലും അവനത് എവിടെ നിന്ന് വന്നു എന്നുള്ള വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ തന്നെ വാക്കുകളിൽ അവൻ കേൾക്കുകയാണ്,
ഇത് എൻ്റെ പ്രിയപുത്രനാണ് എന്ന് അവരുടെ വിശ്വാസം അവിടെ ഉറപ്പിക്കപ്പെടുകയാണ്. ആ ശിഷ്യന്മാരാരാണെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. അതായത് പത്രോസ്, യോഹന്നാൻ, പിന്നെ യാക്കോബ്. അതായത് യേശു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന യോഹന്നാനും യോഹന്നാൻ്റെ സഹോദരനും അതുപോലെ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച പത്രോസും, ഇവരുടെ മുൻപിൽ വെച്ചാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്. അവരുടെ വിശ്വാസത്തെ കർത്താവ് ഉറപ്പിക്കണത്. നമ്മുടെ സന്യാസത്തിൻ്റെ ഇടങ്ങളും സന്യാസത്തിൻ്റെ ഭവനങ്ങളും സന്യാസ ജീവിതവും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാവണം. ഇനി വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ല വളരെ ലളിതമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ വിശ്വാസം എന്നത് ഒരു ദൗത്യവുമാണ് ദാനവുമാണ് എന്നാണ്. വിശ്വാസം അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് എ ടാസ്ക്. ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് എ ടാസ്ക്. നമുക്ക് ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ദാനം കിട്ടണമെങ്കിൽ നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കിട്ടണതല്ല. നമുക്കത് വളരെ സ്നേഹത്തോടെ ആരെങ്കിലും തരണതാണ്. വിശ്വാസം ദൈവിക ദാനമാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് ദാനമാണ്. പക്ഷേ അതിലൊരു ദൗത്യവും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ജീവിത നിലപാടുകളിൽ, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നാം എടുക്കുന്ന നിലപാടുകൾ അത് നമ്മുടെ വിശ്വാസത്തെ വളർത്താനുള്ളതായിരിക്കണം. തകരുന്ന ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ ദൈവത്തോട് എനിക്ക് ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു നിലപാട് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് വിശ്വാസത്തിലേക്ക് വളരുവാനുള്ള എൻ്റെ ദൗത്യത്തെ ഞാനവിടെ ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ദൗത്യം, ദാനവും ദൗത്യവുമാണ് വിശ്വാസം. എപ്പോഴും നമ്മുടെ സന്യാസ ജീവിതം നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്തുന്ന ഇടമാകണം. വിശ്വാസത്തിൻ്റെ ദാനം നാം സ്വീകരിച്ചിരിക്കെ അതിലുള്ള ദൗത്യവും കൂടെ പൂർത്തീകരിക്കുവാൻ നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട് എന്നുള്ള വലിയ സത്യം സമർപ്പിത ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. താബോർ മലയിൽ സ്ലീഹന്മാരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടതുപോലെ സന്യാസ ഇടങ്ങൾ വിശ്വാസം ഉറപ്പിക്കുന്നതാവണം, വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതാവണം. ഇനി വീണ്ടും താബോർ മാമല പ്രാർത്ഥനയുടെ ഇടമാണ്. താബോർ മാമല പ്രാർത്ഥനയുടെ ഇടമാണ്. കാരണം വചനം നമ്മൾ കേട്ടു, കർത്താവ് പ്രാർത്ഥിക്കുവാനായി ശിഷ്യന്മാരെയും കൂട്ടി പോയി എന്നാണ്. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു രൂപാന്തരപ്പെട്ടു എന്നാണ് വചനം ലൂക്കായുടെ സുവിശേഷത്തിൽ വ്യക്തമായി നാം വായിക്കുന്നത്. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രൂപാന്തരപ്പെട്ടു. പ്രാർത്ഥനയാണ് നമ്മെ മാറ്റുന്ന മറ്റ് എന്തിനേക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു വലിയ ഘടകം. ഒരു സമർപ്പിതന് പ്രാർത്ഥനയില്ലെങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ പിന്നെയുള്ളത്? നമുക്ക് എന്ത് തന്നെ ഉണ്ടായാലും പ്രാർത്ഥനയില്ല എങ്കിൽ നമുക്ക് ഒന്നുമില്ല, ശൂന്യത മാത്രം. ജനങ്ങളെല്ലാം, പുറത്തുള്ളവരെല്ലാം നമ്മെ കാണുന്നത് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെയുള്ള വലിയ വിശ്വാസം പുറത്തുള്ള ജനങ്ങൾക്ക് ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ വല്യച്ഛന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജോലി, ഒരു പുരോഹിതൻ്റെ എന്തെങ്കിലും ഒരു ഫോം പൂരിപ്പിക്കുമ്പോൾ അവിടെ ജോലി എന്നുള്ളത് ദൈവവിചാരം എന്നാണ് എഴുതിയിരുന്നത്. നാം എപ്പോഴും ദൈവത്തോടെ ചേർന്ന് നിൽക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ള ബോധ്യം പുറത്തുള്ള ജനങ്ങൾക്കുണ്ട്. അത് ഏറ്റവും സ്നേഹത്തിലും ലാളിത്യത്തിലുമായി അത് പാലിക്കുവാനുള്ള വലിയ കടമയും നമുക്കുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യരാവണം നാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാറുകയല്ല, നാം മാറുകയാണെന്നുള്ള വലിയ സത്യം നമുക്ക് അറിയാം. കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതല്ല, പ്രാർത്ഥനയുടെ മനോഭാവം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ട ഒരു കഥ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല ചിന്തകരും നല്ല ഗ്രാഹ്യമുള്ളവരുമാണ്, എങ്കിലും കുട്ടികളുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ. വലിയൊരു ഓൺകോളജിസ്റ്റ്, അദ്ദേഹം ഒരു സമ്മാനം മേടിക്കുവാനായി, ഒരു അംഗീകാരം മേടിക്കുവാനായിട്ട് ഒരു യാത്ര ചെയ്യുകയാണ്. പ്ലെയിനിലാണ് യാത്ര. അംഗീകാരം കൊടുക്കപ്പെടുന്ന ചടങ്ങ് തുടങ്ങുന്നതിന് കുറച്ച് മുൻപ് മാത്രമാണ് ആ പ്ലെയിന് ആ എയർപോർട്ടിൽ എത്തുവാനായിട്ട് ഉള്ളത്. പക്ഷേ വലിയ യാത്രാ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അദ്ദേഹം നേരിടുകയാണ്. കാലാവസ്ഥ ഒട്ടും അനുവദിക്കാത്തത് കൊണ്ട് പ്ലെയിൻ അടുത്തുള്ള ഒരു എയർപോർട്ടിൽ തന്നെ അവിടെ ഇറക്കേണ്ടി വന്നു. അതിനുശേഷം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇനി ടാക്സി എടുത്ത് പോയാൽ ഈ പറയുന്ന സ്ഥലത്ത് എത്താവുന്നതേ ഉള്ളൂ. അദ്ദേഹം ഒരു ടാക്സി എടുത്ത് ആ സ്ഥലത്തേക്ക് പോവുകയാണ്, തനിക്ക് അംഗീകാരം നൽകുന്ന ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക്. ആ പോകുന്ന വഴിക്ക് പിന്നെയും കാറ്റും മഴയും ഒക്കെയാണ്. എങ്ങനെയോ വഴി തെറ്റി
അദ്ദേഹം ഒരു ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഒരു വീട് കണ്ടു. സമയമൊക്കെ വൈകിപ്പോയി, ഇനി ഓടിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. ആ വീട്ടിൽ അദ്ദേഹം ചെന്നു. ഒരു പ്രായമായിട്ടുള്ള അമ്മച്ചിയുണ്ട്. അമ്മച്ചി അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മച്ചിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഒരു രൂപത്തിൻ്റെ മുൻപിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ, ഈ ഓങ്കോളജിസ്റ്റ് ചോദിച്ചു, എന്താണ് അമ്മച്ചി ഇത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്? എന്താണ് അമ്മച്ചി ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, എൻ്റെ കൊച്ചുമോന് ആർക്കും മാറ്റുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരുതരം ക്യാൻസറാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു ഡോക്ടർ ജോണിന് മാത്രമാണ് അതിനെ ഒന്ന് ക്യൂർ ചെയ്യാൻ സാധിക്കുക, അതിനെ ഒന്ന് ഭേദമാക്കുവാൻ സാധിക്കുക. പക്ഷേ ഈ ഡോക്ടർ ജോണിനെ കാണുവാനോ നേരിട്ട് അവിടെ ഒന്ന് പോകുവാനോ ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ജോണാണ്. ആ അമ്മച്ചിയുടെ നീണ്ടകാലത്തെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉത്തരം നൽകപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ സന്യാസം ഒരു വലിയ വിജയമാണ് എന്ന് നമുക്ക് എപ്പോഴും ഉറപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റ് കാര്യങ്ങളല്ല നമ്മുടെ പ്രാർത്ഥനയെ നിർണ്ണയിക്കേണ്ടത്. പ്രാർത്ഥനയാവണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെയെല്ലാം നിർണ്ണയിക്കേണ്ടത്. ഇനി താബോർ മാമല ദൈവാനുഭവത്തിൻ്റെ ഒരു ഇടമായിരുന്നതുപോലെ നമ്മുടെ സന്യാസവും ദൈവാനുഭവത്തിൻ്റെ ഒരു ഇടമായിട്ട് മാറണം. സന്യാസ ഭവനങ്ങൾ ദൈവാനുഭവത്തിൻ്റെ ഇടമായിട്ട് മാറണം. ഈ ശിഷ്യന്മാരുടെ ഫൈനൽ വേർഡ്സ്, അവർ പറയണ കുറച്ച് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്താണ് അവർ പറയണത്? നാം ഇവിടെ ആയിരിക്കണത് നല്ലതാണ്. ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവരത് പറയണത് ദൈവാനുഭവത്തിൽ നിന്നും അവർക്ക് ലഭിച്ച ഒരു പ്രത്യേക അനുഭൂതിയിലൂടെയാണ്. പത്രോസ് അത് ഏറ്റു പറയണത്. തങ്ങളെക്കുറിച്ച് അവർ മറന്നു പോവുകയാണ്. തങ്ങൾക്കൊരു കൂടാരം വേണം, തങ്ങൾക്ക് അവിടെ താമസിക്കണം എന്നുള്ള ചിന്ത അവിടെ വരണില്ല. പക്ഷെ ഇവിടെ ആയിരിക്കണത് നല്ലതാണ്. നമ്മുടെ സന്യാസ ഇടങ്ങളിൽ നാം ആയിരിക്കണത് നല്ലതാണ് എന്ന് നമ്മുടെ മനസ്സ് പറയേണ്ടത് നമ്മുടെ ഉള്ളിലെ ദൈവാനുഭവം കൊണ്ട് ആയിരിക്കണം. ദൈവാനുഭവം ഉള്ളപ്പോഴാണ് നാം ഇവിടെ ആയിരിക്കണത് നല്ലതാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ദൈവാനുഭവം ഇല്ല എങ്കിൽ, പ്രാർത്ഥനയുടെ പിൻബലമില്ല എങ്കിൽ ഇവിടെ ആയിരിക്കണത് നല്ലതാണ് എന്ന് നമുക്കും പറയാൻ സാധിക്കില്ല, നമ്മുടെ കൂടെയുള്ളവർക്കും പറയുവാൻ സാധിക്കില്ല. ദൈവാനുഭവത്തിൽ നിന്നുമായിരിക്കണം നമ്മുടെ സന്യാസത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ രൂപപ്പെടേണ്ടത്. അവിടെ നിന്നുമായിരിക്കണം ഞാൻ ഇവിടെ ആയിരിക്കണത് നല്ലതാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അവിടെ ചിലപ്പോൾ നാം നമ്മെ തന്നെ മറന്നു പോകും. ദൈവാനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യന് തന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. തൻ്റെ കൂടെയുള്ളവരെ കുറിച്ചാണ് ചിന്ത. താൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും ഇടത്തെക്കുറിച്ചുമാണ് അവരുടെ ചിന്ത. അതുകൊണ്ടാണല്ലോ പത്രോസ് പറയണത്, നിനക്കും ഏലിയായ്ക്കും മോശയ്ക്കും ഞങ്ങൾ കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തുമാവട്ടെ എന്നുള്ള മൗനമായിട്ടുള്ള ഒരു ഏറ്റുപറച്ചിൽ. ദൈവാനുഭവത്തിൻ്റെ ഇടമായിട്ട് മാറണം സന്യാസം. സ്നേഹമുള്ളവരെ, ഈ ഒരു രൂപാന്തരീകരണ തിരുനാൾ ഈ നല്ല ചിന്തകളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ധ്യാനാത്മകമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ പ്രത്യേക നിയോഗമുള്ളവരാണ് നാം എല്ലാവരും. ഇനി ഒരു ദൈവാനുഭവത്തിൻ്റെ തലത്തിൽ നിന്നും ഒരു മലയിറക്കം കൂടെയുണ്ട് ഇവരുടെ ഈ ഒരു രൂപാന്തരീകരണ വേളയിൽ. മലയിറങ്ങണത് ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ദൈവാനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നമ്മുടെ ജീവിതവും ദൈവാനുഭവത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ ഒക്കെ തലത്തിൽ നിന്നും ജനങ്ങളിലേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് ഒരു നന്മ ഉണ്ടാക്കി കൊടുക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഉതകുന്നതാവണം. അപ്പോൾ യഥാർത്ഥ സന്യാസം നാം ജീവിക്കുന്നവരാകും. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ. വീതാ കോൺസക്രാത്തയുടെ തലത്തിൽ നിന്നുകൊണ്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ചാക്രികലേഖനമായ വീതാ കോൺസക്രാത്തയിൽ ഐക്കൺ ഓഫ് ട്രാൻസ്ഫിഗേർഡ് ക്രൈസ്റ്റ് ആണ് ഒരു റിലീജിയസ് കോൺസെക്രേറ്റഡ് പേഴ്സൺ. എപ്പോഴും സമർപ്പിതൻ ഒരു ഐക്കൺ ഓഫ് ട്രാൻസ്ഫിഗേർഡ് ക്രൈസ്റ്റ് ആണ്. അതിൻ്റെ തരത്തിൽ നിന്നുകൊണ്ട് നാം പറഞ്ഞു, നാം എപ്പോഴും രൂപാന്തരപ്പെടേണ്ടവനും രൂപാന്തരപ്പെടുത്തേണ്ടവനുമാണ്. ഇനി താബോർ മലയെക്കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ. താബോർ മാമല വിശ്വാസം ഉറപ്പിക്കപ്പെട്ട ഒരു ഇടമായിരുന്നതുപോലെ നമ്മുടെ സന്യാസ ഇടങ്ങളും വിശ്വാസം ഉറപ്പിക്കപ്പെടുന്ന ഇടമാകണം. താബോർ മാമല പ്രാർത്ഥനയുടെ ഇടമായിരുന്നതുപോലെ നമ്മുടെ സന്യാസവും പ്രാർത്ഥനയുടെ ഇടമാകണം. പ്രാർത്ഥനയിൽ നാം അഭയം കണ്ടെത്തണം. താബോർ മാമല ദൈവാനുഭവത്തിൻ്റെ ഇടമായിരുന്നതുപോലെ നമ്മുടെ സന്യാസവും ദൈവാനുഭവത്തിൻ്റെ ഇടമായിരിക്കണം. ഈ ഒരു തിരുനാൾ ദിവസം ഈ നല്ല സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.
സ്രാപ്പികളെ കണ്ടേശായ ഹല്ലേലൂയ ഹല്ലേലൂയ ബസ്കുദിശയിൽ നിൻ മുൻപിൽ ബാരക്കുമോ കുറിയേലായിസോൻ ചിറകുകളാറുള്ളവരാ ഹല്ലേലൂയ ഹല്ലേലൂയ ഏരിയ ആത്മാക്കളവ ബാരക്കുമോ കുറിയേലായിസോൻ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും എന്നരുളി ചെയ്തുകൊണ്ട് ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, സകല സൃഷ്ടിച്ച ചരാചരങ്ങളോടും ചേർന്നുകൊണ്ട് ഈ സമയം നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ബത്ലഹേം പുൽത്തൊട്ടിയിൽ ഭൂജാതനായ ദൈവം, പാലസ്തീനയുടെ തെരുവുകളിലൂടെ സൗഖ്യം പകർന്ന് കടന്നുപോയ ദൈവം, ഗാഗുൽത്താമലയിൽ സ്വയം രക്തം ചിന്തി മരിച്ച ദൈവം, ഇനിതാ കാഴ്ചയ്ക്ക് യോഗ്യനായി അപ്പത്തിൻ്റെ രൂപത്തിൽ ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നു. നമ്മുടെ ഇടയിലായിരുന്ന വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന നല്ല ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് ഈ സമയം കാതുകളെ കൂർപ്പിച്ച് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി അവൻ്റെ തിരുസന്നിധിയിലായിരിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു.
136 സങ്കീർത്തനം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനു മേൽ ഭൂമിയെ വിരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദ്വീപങ്ങളെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ താഴ്ത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടം. ആത്മനാഥാന്യ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടം. ആത്മനാഥാന്യ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴേണം.
ഈ സമയം നമ്മുടെ നിയോഗങ്ങളും മറ്റും യേശുവിൻ്റെ ക്രൂശിതനായ യേശുവിനിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണക്കൊന്തയ്ക്കായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികോ സ്ലൈകീകോ ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. നിത്യനായ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ സമയം തിരുസഭ മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാരെയും ഓരോ വൈദികരെയും നമുക്ക് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിയോഗങ്ങളും മറ്റും പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ.
ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യനായ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി
ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ സമയം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിലെ എല്ലാ വൈദികരെയും വൈദ്യ വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ വൈദികരെയും അവർക്ക് അവരുടെ രോഗങ്ങളിൽ സൗഖ്യം പ്രാപിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും മറ്റും പരിശുദ്ധാത്മാവ് അവരുടെ അടുത്ത് ചെന്ന് അത് മാറ്റുന്നതിനും മറ്റും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓരോ വൈദിക വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന മേഖലയിൽ അവരോടൊപ്പം ദൈവം ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയുടെ അകാരണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യനായ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ സമയം ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെയും മറ്റും ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കഷ്ടപ്പാടുകളും മറ്റും ദൈവം അവരുടെ അടുത്ത് ചെന്ന് സൗഖ്യപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രോഗികളായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം
പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യനായ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ സമയം മഴക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ മരണപ്പെട്ടവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഓരോ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിലും മറ്റും പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ
കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യനായ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ സമയം ദൈവവിളിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം യുവാക്കന്മാരും യുവതികളും ദൈവവിളി സ്വീകരിച്ച് തിരുസഭയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഓരോ അവർ ചെല്ലുന്ന സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുവാനും നല്ല രീതിയിൽ അത് പൂർത്തിയാക്കി ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു സന്യാസിയായി തീരുവാൻ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ.
നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞ് കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന ആരാധന ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞ് കാണുന്നേശുവേ നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന ആരാധന എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കാം ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന ആരാധന ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞ് കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന ആരാധന
എല്ലാവരും ക്രിസ്തുവിൻ്റെ ഉത്ഥാന മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതാണ് രൂപാന്തരീകരണം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഒരു സമ്പൂർണമായ മാറ്റത്തിന് നാം തയ്യാറാകണം. അങ്ങനെ യേശുവിലുള്ള വിശ്വാസം കൂടുതൽ ഉറപ്പിക്കുന്നതിനുള്ള ഉൾപ്രേരണ രൂപാന്തരീകരണം നമുക്ക് നൽകുന്നു. അതിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രൂപാന്തരീകരണം നടക്കേണ്ടിയിരിക്കുന്നു. ത്രിത്വൈക ദൈവത്തിലുള്ള നമ്മുടെ ജീവിതം കൊണ്ട് മാത്രമേ യഥാർത്ഥമായ രൂപാന്തരം നമ്മൾ സംഭവിക്കുകയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവും ആരാധനക്രമ കേന്ദ്രീകൃതവുമായ ജീവിതശൈലി രൂപീകരിച്ച് ഈശോ മിശിഹായിൽ നവീകരിക്കപ്പെട്ടവരായ നമുക്ക് തീരാം. ഈശോയോടൊത്ത് മഹത്വത്തിൽ എന്നേക്കും നിത്യപിതാവിന് സ്തുതിഗീതം ആലപിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് തയ്യാറാകാം. തവ ജനതയ്ക്കശനം നീയേ ഹല്ലേലൂയ ഹല്ലേലൂയ വാനവയോഗ്യ ആരം താ ഒരുക്കിയൊരപ്പമവർക്കവനേ നിർലോഭം സ്വർഗേ നിന്നും ബാർക്കുമോ ശുഭഹോലാബോലബുറോവൽ റൂഹോ കാദീശോ മൻ
അവതരിച്ച് ജനഗണമാർന്ന പൈതാരീന്ദ്രാദികൾ തീർത്ത സ്വർഗീയാഹാരമിതല്ലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തന്റെ രക്തം കലർത്തി ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്ത സ്വർഗീയപ്പമായ തനിക്ക് സ്തുതി. വിശുദ്ധ കുർബാനയുടെ വാഴ്വ് നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുമ്പാകെ തന്റെ സ്നേഹമൂല ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രന്റെ മുമ്പാകെ തന്റെ ആവസിപ്പാൽ ലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ വിശുദ്ധ റൂഹായുടെ മുമ്പാകെ ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റം മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല മരിച്ചവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നീക്കി നാം പ്രാപിക്കുമാറാകട്ടെ. ജീവാരം ഞാൻ തന്നെ നാഥൻ താൻ ചൊല്ലി ഉയരെ നിന്നായി ഞാൻ വന്നു രക്ഷിപ്പാലോകം അയശോതാതൻ വചനമതാമെന്നെ കർഷകനെ പോൽ ഗബ്രിയേൽ വിദശു സൽഭൂമറിയ ഗർഭേയ റൂഹായ ജാതന ദൂതന്മാരവർ ചെയ്യുമ്പോൾ ആചാര്യർ കൈകളിൽ ഹാലേലൂയ ഘോഷിക്കുന്നെന്നെ ബാർക്കുമോ. ശുഭോലാ ബോല ബുറോവൽ റൂഹോ കാദീശോ മെൻമൂലം വാദാമൽ മൂലം വൽമീനാമീൻ മാനുഷവേഷം പൂണ്ടോനാം നാഥൻ തൻ ഗാത്രം അജ്ഞാത്മീയർവാനോരഥമതിലാഘോഷിപ്പൂ സംഖ്യാതീത ക്രൂപേർ വാഴ്ത്തുന്നു ചിറകാശ്രോപേർ കാദീശ് പാടുന്നു ഭക്തിയാവസഹിതം നാം ആർത്തുര ചെയ്യണം. തനുരുതിരങ്ങൾ തന്ന സുത കൃപ ചെയ്യടിയാരിൽ ഹാലേലൂയ സ്തുത്യൻ നീ നിത്യം. വെടുപ്പുള്ള ആത്മാക്കളുടെ മണവാളനും തന്റെ സുഗന്ധവാസനയാൽ മണവാട്ടിയായ വിശുദ്ധ സഭയ്ക്ക് സ്നേഹത്തെ സമർപ്പിച്ച ഭംഗിയുള്ള പനിനീർ പുഷ്പവുമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ
നിന്റെ വിശുദ്ധ ശരീരത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ ദൈവിക സ്നേഹത്താൽ കത്തിജ്വലിക്കുവാൻ തക്കവണ്ണം ഇമ്പമുള്ളതും വിസ്മീനീയവുമായ നിന്റെ തിരുരക്തത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹാലേലൂയ.